പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞായറാഴ്ച ജൂലൈ 20. കാനായിലെ കല്യാണ വിരുന്നിലെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ നമുക്ക് വേണ്ടി, ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടി, വരും കാലഘട്ടത്തിന് വേണ്ടി, കഴിഞ്ഞുപോയ കാലഘട്ടത്തിന് വേണ്ടി പിതാവായ ദൈവം പുത്രനിലൂടെ യോഹന്നാനിലൂടെ പ്രതിപാദിച്ചിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ഭാഗങ്ങൾ നമുക്ക് പരസ്പരം സുപരിചിതമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആ സുപരിചിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കാൻ കഴിയുമ്പോൾ മാത്രമേ ആ വചനഭാഗം ജീവനുള്ളതായിട്ട് മാറുന്നു. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശരീരം തളർന്നിട്ടും മനസ്സ് തളരാതെ പലവിധ രോഗങ്ങൾ അവസരമായിരുന്നിട്ടും ആത്മീയ ചൈതന്യത്തിലേക്ക് ഉണർന്ന, അന്ധരായിരുന്നിട്ടും കാഴ്ചയുള്ളവരെക്കാൾ കാഴ്ചയിൽ ആത്മീയ ചൈതന്യത്തിൽ ജീവിക്കുന്ന പുനർജീവൻ്റെ മക്കൾ എന്നെ പലതും പഠിപ്പിച്ചു. അല്ലെങ്കിൽ എന്നെ ആ മക്കളിലൂടെ പരിശുദ്ധ അമ്മ ആ ഒഴിഞ്ഞ കൽഭരണി ആയിരുന്നു, അവഗണിക്കപ്പെട്ട കൽഭരണികളായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയോട് ചേർത്ത് പുത്രനായ ദൈവത്തിലൂടെ അറിയാതെ ആ വഴിത്താരയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഇന്ന് ആ കൽഭരണികളെല്ലാം, പുനർജീവൻ്റെ ഈ വ്യത്യസ്തമായ മക്കളെല്ലാം ഒഴിഞ്ഞ കൽഭരണിയല്ല, അവരുടെ പരാജയത്തിൻ്റെ കൽഭരണിയല്ല, നിരാശയുടെ കൽഭരണിയല്ല, പ്രത്യാശയുടെയും അവർ വഴി അവരിലൂടെ സമൂഹത്തെ ശുദ്ധീകരിക്കുന്ന അവരുടെ ഊർജ്ജസ്വലതയെ, അവരുടെ പ്രാർത്ഥന ചൈതന്യം ഇന്ന് സമൂഹത്തിൽ ഊർജ്ജസ്വലപ്പെടുന്ന തലത്തിലേക്ക് പരിശുദ്ധ അമ്മ ഉയർത്തിയപ്പോൾ ഞാൻ എന്നെ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചപ്പോൾ വീണ്ടും ഒരു 6 കൽഭരണി എനിക്ക് കാണിച്ചു തരികയാണ് സമൂഹത്തിൽ. ഒന്ന്, യുവജനങ്ങളിലുള്ള ഈ കാലഘട്ടത്തിൻ്റെ വ്യതിയാനം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പലവിധ സാഹചര്യങ്ങളാൽ, കുടുംബപരമായിട്ട്, പഠനപരമായിട്ട്, ജോലി മേഖലകളിൽ, ലവ് അഫെയർ ഫെയിലിങ്, വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ, വിവാഹത്തിന് ശേഷവും കുടുംബമായിട്ട് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥകൾ, ഇവയ്ക്കെല്ലാം ഒരു പരിഹാരമായിട്ട് അവരെല്ലാം സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട് സമൂഹത്തിനും വ്യക്തികൾക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ അവർക്കൊരു പുതിയൊരു കൗൺസിൽ സെൻറ്റർ, MSW സൈക്കാട്രി കഴിഞ്ഞിട്ടുള്ളവരുടെ സേവനത്തോടുകൂടി ആത്മീയമായ കൂട്ടിച്ചേർക്കലുകൾ നമ്മുടെ മക്കളുടെ ഒപ്പം ചേർന്നുകൊണ്ട്, തുറന്ന പുസ്തകം പോലെ, തുറന്ന പശ്ചാത്തലം പോലെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ഭവനിയായ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശുവിനകത്ത് പറയുന്നുണ്ട്, ഇനി മുതൽ നീ പാപം ചെയ്തു തരുത്, ഇനി ഈ വഴിയോടെ യാത്ര ചെയ്യുക. ആരും സ്വയം അവഗണിക്കപ്പെടുന്നതല്ല, സാഹചര്യങ്ങളെ കൊണ്ട് അവഗണിക്കപ്പെടുന്നതാണ്. ആ അവഗണനയിൽ നിന്ന് നമുക്കൊരു പുനർജീവൻ കൊടുക്കുവാൻ ഒരു കൽഭരണി അതാണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയും 55 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള മാതാപിതാക്കൾ സമൂഹത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് ഒത്തിരി വേദനിക്കുന്നു, ഒത്തിരി വീർപ്പുമുട്ടുന്നു, തുറന്നു പറയാൻ അവസരമില്ലാതെ വിഷമിക്കുമ്പോൾ അവരെയും ഞാൻ പുനർജീവൻ്റെ ഈ പുതിയ കൗൺസിലിംഗ് സംവിധാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കൈകോർക്കാം ഈ മേഖലകൾക്ക് വേണ്ടി. അവർ നാളുകളിൽ മരിച്ചു പോകുമ്പോൾ പ്രത്യാശയോടെ ഒരു സുവിശേഷമായിട്ട്, സമൂഹത്തിനൊരു വെളിച്ചമായിട്ട് മരിക്കാനുള്ളൊരവസരം നമുക്ക് ഒരുക്കാം. ആ കൽഭരണികളും നമുക്ക് വിലപ്പെട്ടതാണ്. അതിൽ വെള്ളം നിറയ്ക്കാം, അവിടെ പൊടി തൂക്കാം. അപ്പോൾ യഹൂദരുടെ കാലഘട്ടത്തിലുള്ളതുപോലെ അതിൽ നിന്നെടുക്കുന്ന വെള്ളം ശുദ്ധീകരണത്തിന്, ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലുവാനായിട്ട്, സ്വർഗമാകുന്ന നിത്യജീവനിലേക്ക് കടന്നു കയറുവാനായിട്ട് നമുക്ക് ആ കൽഭരണികളെ ഉപയോഗിപ്പിക്കാം. അതുപോലെ ഇവിടെ തെരുവിലും മറ്റും അലഞ്ഞു നടക്കുമ്പോൾ വീടിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് സ്നേഹത്തോടെ ഇവിടെ പുതിയ ഭോജനശാല ഈ ആഗസ്റ്റ് 15 തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു. അതുപോലെ വീടുകളിലെല്ലാം എണ്ണിയാൽ തീരാത്ത വസ്ത്രങ്ങൾ, പലപ്പോഴും ഏറ്റവും നല്ല വസ്ത്രം പോലെ 1-2 തവണ അവഗണിക്കപ്പെടുമ്പോൾ ഇവിടെ അത് ശേഖരിക്കുന്നുണ്ട്. അതും ഒരു പുതിയ സൗജന്യ വസ്ത്രശാലയായി ആഗസ്റ്റ് 15
ആ അവഗണനയിൽ നിന്ന് ആ വസ്ത്രങ്ങൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുവാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. 4, ഇവിടെ നമ്മളവിടെ ഒരു അപ്പച്ചനുണ്ട്, മുടിവട്ടം ഷേവ് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ രോഗികളുടെ വീടുകളിലേക്കൊക്കെ പോകുന്നതാണ്. ഇവിടെ ഒരു പുതിയൊരു സംവിധാനം ഒരുക്കാൻ പോവുക. പുതിയ മുടിവെട്ടിശാല, എല്ലാ സൗകര്യങ്ങളോടുകൂടിയ മുടിവെട്ടിശാല. 55 വയസ്സിന് മീതെയുള്ളവർക്ക് ഇവിടെ വന്നാൽ സ്വതന്ത്രമായി മുടിവെട്ടി കൊടുക്കും. അതുപോലെ ഹോം സർവീസ്. പലപ്പോഴും രോഗികൾ വീട്ടുകാരുടെ ഈ തിരക്ക് മൂലവും വീട്ടുകാർക്ക് അത് കെയർ ചെയ്യാൻ പറ്റാതെ അവരും ചെയ്യാൻ പറ്റാത്ത വിഷമം കൊണ്ട് അവഗണനയിലായിരിക്കുമ്പോൾ, രോഗികളും പരാജയത്തിലായിരിക്കുമ്പോൾ വീടുകളിൽ ചെന്ന് നിങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ വീടുകളിൽ വന്ന് മുടിവെട്ടി കുളിപ്പിച്ച് ആ രോഗിയായിരിക്കുന്ന പശ്ചാത്തലത്തെ സാഹചര്യത്തെ ഒരുക്കിയെടുത്തു കൊടുക്കും. കട്ടിലായാലും ബെഡ്ഷീറ്റായാലും കിടക്കയായാലും ഒന്ന് കുളിക്കുവാനായാലും അതോ കുളിപ്പിക്കുമ്പോൾ രോഗം പഴുത്തോ വ്രണങ്ങളായിട്ടോ ബെഡ്സോറായിട്ട് കണ്ടെങ്കിൽ അവയെല്ലാം പൂർണ്ണമായിട്ടും ഒരുക്കി കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് മാറ്റം വരുത്തുവാനുള്ള സംവിധാനം ആ കുടുംബത്തിന് സാഹചര്യം ഒരുക്കിക്കൊണ്ട് ആ രോഗിക്ക് മാത്രമല്ല ആ കുടുംബത്തിനും ഒരു പുനർജീവൻ നൽകുവാൻ ഇന്ന് ഒന്ന് പുനർജീവൻ തറവാട് ഒരുങ്ങുകയാണ്. ഈ ആഗസ്റ്റ് 5 പരിശുദ്ധ അമ്മയുടെ സ്വർഗ്ഗാരോഹണ തിരുനാൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ സ്വാതന്ത്ര്യത്തിൻ്റെ ആ പ്രകാശം പുനർജീവനിലൂടെ ശരീരം തളർന്നിട്ടും മനസ്സ് തളരാത്ത മക്കൾ ജലിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ്. അതുപോലെ ഇവിടെ ഭോജനശാല, വസ്ത്രശാല, പാലിയേറ്റീവ് സെൻറ്റർ. പാലിയേറ്റീവ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നേഴ്സുണ്ട് പാലിയേറ്റീവ് സർവീസ് ചെയ്യാൻ പോകുന്നത്. ആ മകൾ പൂർണ്ണമായും വന്നിരിക്കുകയാണ്. ഇവിടെ നിരാലംബരമായവർക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് വേണ്ട പാലിയേറ്റീവ് മേഖലകളിലേക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ പാലിയേറ്റീവ് സെൻറ്റർ ഇവിടെ പുനർജീവനിൽ ഓപ്പൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതുപോലെ എൻ്റെ ഫ്രണ്ട് ഇന്ന് ആക്സിഡൻറ്റ് പറ്റിയും പലവിധ സാഹചര്യങ്ങളാലും ഒറ്റപ്പെടുന്ന, സാമ്പത്തികമൊക്കെ ആശുപത്രിയിൽ ചെലവഴിച്ചിട്ട് വീടുകളിലേക്ക് ജീവനോടെ തിരിച്ചു വന്നെങ്കിലും ഉത്തരവാദിത്തമുള്ള ഫിസിയോതെറാപ്പി ലഭിക്കാത്തതുകൊണ്ട് ഇവിടെ ഒരു ഫിസിയോതെറാപ്പി കൺസൾട്ടിങ് സെൻറ്റർ തുടങ്ങുമ്പോൾ സൗജന്യമായിട്ട്. അപ്പോൾ അനുയോജ്യമായ സർവീസുകൾ ചിലവ് കുറവുള്ള രീതിയിലേക്ക് കൺസൾട്ടൻസിലൂടെ കുടുംബങ്ങൾക്ക് കൈമാറുവാനായിട്ട് അവസരമൊരുക്കി കൊടുക്കുവാൻ പുനർജീവൻ ഒരു സൗജന്യ ഫിസിയോ കൺസൾട്ടിങ് സെൻറ്റർ ഇവിടെ ഉണ്ടായിരിക്കും. ഇതുപോലെയുള്ള സമൂഹത്തിലേക്ക് ഒരു തുറന്ന കാൽവെപ്പ്, ആ വെപ്പിലൂടെ ഓർഫനേജ് എന്ന ആ ലോകത്തിൽ നിന്ന് കുടുംബാന്തരീക്ഷത്തിൽ തന്നെ ജീവിക്കുവാനായിട്ട് നമുക്കൊരുക്കാം. അവരെല്ലാം ശുദ്ധീകരണത്തിനുള്ള കൽഭരണികളാക്കി മാറ്റാം. ഒരുമിച്ച് യാത്ര ചെയ്യാം. പുനർജീവൻ കുടുംബം നിങ്ങളുടെ ഒപ്പമുണ്ട്, ഈ സമൂഹത്തോടൊപ്പമുണ്ട്. നമുക്ക് ഏവർക്കും അവരതായുള്ള സാഹചര്യങ്ങളിലൂടെ നിന്നുകൊണ്ട് പോലും പ്രാർത്ഥനയിലൂടെ സഹായ സഹകരണങ്ങളിലൂടെ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുക വഴി ഈ ശുശ്രൂഷകളിലെ ഒപ്പം ചേർന്ന് വ്യത്യസ്തമായ ദേശങ്ങളിലെ വീടുകളിൽ കിടക്കുന്നവരെ തിരിച്ചറിയുവാനായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ദേശത്തുള്ളവരെ ചേർത്ത് വെച്ച് തരാം. നിങ്ങൾക്കും നിങ്ങളുടെ ദേശത്തുള്ളവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ ഒപ്പം കൂട്ടുചേരാം, ഒപ്പം സഹായ സഹകരണങ്ങൾ എത്തിച്ചു കൊടുക്കാം. പുനർജീവൻ എന്നും ഒഴിഞ്ഞ കൽഭരണികൾ, അവഗണിക്കപ്പെടുന്ന കൽഭരണികളിലെ വിശുദ്ധ ജലവുമായി ഇന്ന് ഈ സമൂഹത്തിൻ്റെ ആവശ്യത്തിലേക്ക് കടന്നു കയറാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മറക്കണ്ട, ആഗസ്റ്റ് 15 ഒല്ലൂർ പുനർജീവൻ തറവാട്ടിലെ മിറാക്കിൾ ചലഞ്ച് പുനർജീവൻ സോഷ്യൽ സർവീസ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന 10ഓളം വൈവിധ്യമാർന്ന തുറന്ന സമീപനത്തിലൂടെ തുറന്ന പുസ്തകമായിട്ട് ഒരു പണശേഖരവുമില്ലാതെ ഒരു കരുതലുമില്ലാതെ നമുക്ക് ഒരുമിച്ച് ചേരാം. മിറാക്കിൾ ചലഞ്ച് 2025
ഇൻഡിപെൻഡൻസ് ഡേ.